ആദ്യം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് താരനുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. ഇതാണ് ഓയില്. അപ്പം ഈ ഓയില് ഒരു ഹെർബൽ ഹെയർ ഓയിൽ. ഇതിൽ 10-30 ഹെർബ്സ് അടങ്ങിയിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിൽ. ഇത് ഞാനൊരു 15 വർഷമായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മളിവിടെ ഹോട്ട് ഓയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ട് ഓയിൽ മസാജ്, ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്പാ ഇടാനായിട്ട്. മറ്റ് സാധാരണ സ്പാ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ, വെറുതെ സ്പാ ക്രീംസ് ഇട്ട് നമുക്ക് സ്പാ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ക്രീമിന് മാത്രമാണ് ഇതുള്ളത്. പിന്നെ അത് കൂടാതെ ഗാർലിക് സ്പായും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രമ്യക്ക് ചെയ്യാൻ പോകുന്നത് അവക്കാഡോ ആണ്. ഇനി ഒരു 20 മിനിറ്റ് മസാജാണ് ഇതിൽ കൊടുക്കുന്നത്. അത് എല്ലാ പ്രഷർ പോയിൻറ്റും നോക്കിയിട്ടാണ് നമ്മൾ ഈ മസാജ് ചെയ്യുന്നത്. അത് നല്ല റിലാക്സേഷനാണ്. ഇവിടെ ഇരുന്നൊന്ന് ഉറങ്ങിക്കോ വേണമെങ്കിൽ, ഇത്രയും ബിസി ആയിട്ട് ഓടി നടക്കുന്ന ആളല്ലേ. അപ്പോൾ ഇവിടെ പിന്നെ ഹെഡ് ഏക്കിനും പിന്നെ ഒരു സ്ട്രെസ് റിലീസിനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ മസാജ് തരും. ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. ഈ ലൈറ്റൊക്കെ ഞങ്ങൾ ഓഫാക്കാൻ പോവുകയാണ്. ഓക്കെ. അത്ര നല്ല കൂളിംഗ് ആണ്. അതുപോലെ എക്സ്പെഷ്യലി ഭയങ്കര ചൂടല്ലേ ഇപ്പം ഈ സമയത്ത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഹോട്ട് ഓയിൽ മസാജ്. മാസത്തിൽ ഒരിക്കലെങ്കിലും നല്ലൊരു ഹോട്ട് ഓയിൽ കൊടുക്കുന്ന നല്ല മസാജ്. വെർജിൻ കോക്കനട്ട് ഓയിലിൽ ആട്ടിയെടുക്കുന്ന ആ ഒരു എണ്ണയുണ്ടല്ലോ, അതിൽ ഈ പുറത്തുനിന്ന് വരുന്ന ഒരു 3-4 ഓയിൽസ് ഉണ്ട്. അതും കൂടി ഇട്ടിട്ടാണ് നമ്മളിത്. എങ്ങനെയുണ്ടായിരുന്നു മസാജ്? സൂപ്പറായിരുന്നു. ഞാൻ ഇതിനാ തുടക്കം മാത്രമേ അറിഞ്ഞുള്ളൂ, പിന്നെ ഒന്നും അറിഞ്ഞില്ല. അപ്പം അതിൻ്റെ ആ പ്രൊസീജിയർ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ആദ്യം കുറച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ അറിഞ്ഞ്, ഇങ്ങനെ പോയിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് താഴോട്ട് വരുന്നതൊക്കെ ഇങ്ങനെ അറിഞ്ഞു. പക്ഷെ ഇങ്ങോട്ടൊന്നും വന്നാൽ ഞാൻ അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. അപ്പം നല്ലൊരു ഉറക്കം കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങുമെന്ന്. എനിക്ക് എഴുന്നേൽക്കണമെന്നില്ല. ഇല്ലായിരുന്നു, ഞാനല്ലേ വിളിച്ച് എഴുന്നേൽപ്പിച്ചത്. സോറി കേട്ടോ. അപ്പം എന്താണെന്ന്, ഇത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് സ്റ്റീം ഉണ്ട്. ഈ 10 മിനിറ്റ് സ്റ്റീം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യാം. അപ്പം അതുവരെ വേണമെങ്കിൽ ഇവിടെയും ഇരുന്ന് ഉറങ്ങാം. ആ സുഖം ഇവിടെ കിട്ടില്ല അല്ലേ? അതെ. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞങ്ങളിവിടെ ഹോട്ട് ഓയിൽ ഗാർലിക് സ്പാ ചെയ്യുമായിരുന്നു. അത് ഗാർലിക്കിൻ്റെ ഒരു എക്സ്ട്രാക്റ്റിൻ്റെ ഒരു ക്രീമാണ്. അതിന് പകരം ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അവക്കാഡോ ആണ്. അവക്കാഡോ ഹോട്ട് ഓയിൽ ഒരു സ്പാ, അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു ക്രീമാണ്, ഇവിടെയുള്ള അല്ല കേട്ടോ. അപ്പം രമ്യ, ഞാൻ അരോമ തെറാപ്പിയും ആയുർവേദവും കൂടെ ചേർത്തിട്ട് എൻ്റെ കുറച്ച് ഓൺ പ്രൊഡക്ട്സ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് അരോമ തെറാപ്പി എല്ലാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ പോയി പഠിച്ചതാണ്. പക്ഷേ പിന്നെ ഒന്നും ചെയ്തില്ല ഞാൻ. പക്ഷേ കൊറോണ വന്ന സമയമില്ലേ, കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി, എന്നാൽ പിന്നെ ഈ പ്രോഡക്റ്റൊക്കെ വീട്ടിലിരിക്കുമല്ലേ നമ്മൾ അടച്ചുകൂട്ടി, എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച് എല്ലാം തുടങ്ങിയപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് ഒന്നും മറക്കാതെ ശരിക്കും അങ്ങ് വന്ന് ആ ഒരു ഫ്ലോയിൽ വന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഓൺലൈനിലായിട്ട് എല്ലായിടത്തും അയക്കുന്നുണ്ട്. ഈവൻ ദുബായിലും കാനഡയിലും എല്ലായിടത്തും പോയി കഴിഞ്ഞ എൻ്റെ പ്രൊഡക്റ്റ്. അപ്പം ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേ നോക്കിക്കും, ഇത് 24K ഗോൾഡ് കുങ്കുമാതി നൈറ്റ് സിറമാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫേസ് വാഷ് എന്തോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് നോക്കിക്കോ, ഇത് ഫേസ് വാഷാണ്, പക്ഷേ ഇതൊരു സോപ്പിൻ്റെ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ചാർക്കോളാണ്, ചാർക്കോൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പോകും, പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പോവും, പിന്നെ പിമ്പിൾസിന് എല്ലാത്തിനും പറ്റിയതാണ് ഈ ചാർക്കോൾ ഫേഷ്യൽ ബോംബ്. അപ്പോൾ രാത്രി ഈ സിറം നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇത് നോക്കിയിട്ട് ഏത് സ്കിന്നാണെന്ന് നോക്കി, സ്കിൻ ടൈപ്പ് ഉണ്ടല്ലോ നമ്മളുടെ, അത് നോക്കിയിട്ട് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും പിന്നെ നോർമൽ സ്കിന്നിനും എല്ലാത്തിനും പറ്റിയ ഫേഷ്യൽ ബോംസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വാഷ് ചെയ്തിട്ട് ഇത് നൈറ്റിൽ ഉപയോഗിക്കാം. അതുകൂടാതെ ഇത് എൻ്റെ അലോവേര ജെല്ലാണ്. ഇത് ഫേസ് ഡ്രൈ ആകുമ്പോൾ, ഡ്രൈ സീസണിൽ ഇപ്പം ദുബായിലൊക്കെ പോകുമ്പോൾ നല്ല ഡ്രൈനെസ് അല്ലേ, അപ്പോൾ കയ്യിലും കാലിലും മുഖത്തും ഈവൻ ഹെയറിൽ വരെ ഇത് ഉപയോഗിക്കാം. ഇത് അലോവേര. ഇത് വന്നിട്ട് ഹൽദി ചന്ദനമാണ്. ചന്ദനം
മഞ്ഞളും പിന്നെ ബാക്കിയുള്ള കുറേ പ്രോഡക്ട്സ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത്. ഇത് എല്ലാ സ്കിന്നിനും, നോർമൽ സ്കിന്നിനും എല്ലാത്തിനും. സോപ്പല്ല, ഫേഷ്യൽ ബോംബെന്ന് ഇതിന് പറയുന്നത്. അത് സോപ്പെന്ന് പറയുമ്പോൾ എല്ലാവരും ഉപയോഗിക്കും കുളിക്കാനുള്ളതാണെന്ന്. അത് മുഖത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഹെയർ ജെല്ല്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടി ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് കോംബ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഒതുങ്ങിക്കിടക്കും, സ്പ്ലിറ്റൻസ് ഉണ്ടാവില്ല. ഡ്രൈ ഹെയറിനും എല്ലാത്തിനും നല്ലതാണ്. ഇതിൽ ഇതുള്ളൂ, ചെമ്പരത്തിയും അലോവേര. അതാണ് ഇതിൻ്റെ കണ്ടന്റ്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ അവക്കാഡോ ഹോട്ട് ഓയിൽ അവക്കാഡോ സ്പാ? അതെങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു മമ്മി, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒടുക്കം വരെ ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ടായിരുന്നു. ഇതിന്റെ ഔട്ടും അടിപൊളി കേട്ടോ. അത് വോളിയം തോന്നുന്നു അല്ലേ? അതുകൊണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയില്ലേ? അതെ അതെ, അതിന്റെ ടെക്സ്ചർ അതിനൊന്ന് മാറും. അതെ, എനിക്ക് ഇങ്ങനത്തെ മുടിയാണെന്ന് തോന്നുന്നു നല്ലതല്ലേ? ഇത് കുറച്ചും കൂടി നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ അടുത്ത ഷൂട്ടിലൊക്കെ പോകുമ്പോ ഇതുപോലെ ചെയ്താൽ മതി. ഷൂട്ടിൽ ഇത് വേണ്ട, കഴിഞ്ഞിട്ട് ഷൂട്ടിൽ ആരും ഇങ്ങനെ എടുക്കൂല. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സൂപ്പർ, അടിപൊളി. അവക്കാഡോ അല്ലേ? അവക്കാഡോ സ്പാ. മറ്റേത് ഗാർലിക് ഹോട്ട് ഓയിൽ ഗാർലിക് സ്പാ ആണ്. അതിന് പകരം നമ്മൾ ഇന്നിട്ടത് ഹോട്ട് ഓയിൽ അവക്കാഡോ സ്പാ. ഹോട്ട് ഓയിൽ അവക്കാഡോ സ്പാ എല്ലാവരും അവൈലബിൾ ആണോ? ഇല്ല, ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നുണ്ട്, വേറെ ഇപ്പം ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് പ്രൊഡക്റ്റ് മുഴുവനും ഞാൻ ദുബായിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ ദുബായ് എൻ്റെ ദുബായ് ട്രീറ്റ്മെന്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, അടിപൊളി. സന്ധ്യേ അപ്പൊ ഇനി വരുമ്പോ എപ്പോഴാണെങ്കിലും ഇവിടെ തന്നെ വന്ന് സമയം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തിട്ട് വയ്ക്കാം. ഉറപ്പായിട്ടും. താങ്ക് യു.